കണ്ടുപിടിച്ചല്ലേ. എങ്ങനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നത്? നമ്മൾ വാട്ടറിൻ്റെ കേസാണ് ആദ്യം ചെയ്തത് അല്ലേ. വാട്ടറിൻ്റെ കേസിൽ സോളിഡ് നമ്മൾ ഐസ് കട്ട എടുത്തു. പിന്നീട് ഒരു ലിക്വിഡ് അതായത് വാട്ടർ എടുത്തു. പിന്നെയോ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഗ്യാസ് അതായത് പിന്നെ സ്റ്റീം എടുത്തു അല്ലേ, ആവി. പിന്നെ നമ്മൾ പറഞ്ഞു ആവിക്കാണ് ഏറ്റവും കൂടുതൽ എനർജി എന്നുള്ളത്. കണ്ട സിഗ്സാഗായിട്ട് റാൻഡമായിട്ട് ഓടി നടക്കുന്നതാണ്ട. ഇനി ലിക്വിഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാം കുറച്ചും കൂടി അടുത്തടുത്ത് നിന്ന്. ഇനി സോളിലേക്ക് വരുമ്പോൾ മൊത്തം എല്ലാം അടുത്തടുത്തിട്ട് ഇങ്ങനെ സെറ്റായിട്ടുള്ള. ഇനി ഇതെന്ന് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ചാർട്ടായിട്ട് വരച്ചിക്കില്ലേ അല്ലേ. നമ്മൾ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ സോളിഡായത് എന്ത് ചെയ്യൂ, ഇപ്പോൾ ലിക്വിഡിലേക്ക് മാറും. അതായത് വാട്ടർ, അതായത് നമ്മൾ ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറും. വാട്ടറായിട്ട് മാറിയിട്ടോ വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് അതായത് സ്റ്റീമായിട്ട് മാറും. ആ സ്റ്റീമിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഓടിച്ചാടി നടക്കുകയാണ്. ഇത് മേലെ ലിഡുള്ള കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യൂ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും അല്ലേ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു വാട്ടർ സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിപ്പോൾ ഗ്യാസിയസ് സ്റ്റേറ്റിൽ സ്റ്റീമായിട്ടുള്ള ഇനി ഹീറ്റ് റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ തണുപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഗ്യാസിയസ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യും, വാട്ടറായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് വരും. എന്നിട്ടോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ പിന്നെ തണുപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, അതിങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ വാട്ടറിന്ന് എന്തായിട്ട് വരണോ, ഐസ് ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കോമ്പാക്റ്റ്ലി പാക്ക്ഡ് ആയിട്ട് വരണം അല്ലേ. ഇത് പറഞ്ഞ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഹീറ്റ് റിലീസ് ചെയ്യുന്നതും ഹീറ്റ് പിന്നെ അബ്സോർബ് ചെയ്യുന്നതും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു. അവസാനം പറഞ്ഞത് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സ്റ്റേറ്റ് ഏതാണ്, അത് പിന്നെ ഗ്യാസിയസ് സ്റ്റേറ്റ് ആണെന്നും പറഞ്ഞു അല്ലേ. ഈ ഫെറ്റിൽ പിന്നെ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന 4th ചാപ്റ്ററിൽ കുറച്ച് സാധനങ്ങളുണ്ട്.